ഇസ്രയേൽ അതിർത്തിയിൽ ഹിസ്ബുള്ളിയുമായുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അതീവ ഭയാനകമായ ഒരു യുദ്ധ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുൻനിരയിൽ തമ്പടിച്ചിരുന്ന ഇസ്രയേൽ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ അപ്രതീക്ഷിതവും ശക്തവുമായ ആക്രമണം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ തകർത്തിരിക്കുകയാണ്. റോക്കറ്റുകളുടെ പെരുമഴ തീർത്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തിന് തുടക്കമിട്ടത്. ഇസ്രയേൽ പ്രതിരോധ നിരകളെ ലക്ഷ്യമാക്കി വന്ന ഈ മിസൈലുകൾ അതിർത്തി ഗ്രാമങ്ങളെയും സൈനിക പോസ്റ്റുകളെയും ഒരുപോലെ വിറപ്പിച്ചു. മുൻനിരയിൽ വിന്യസിച്ചിരുന്ന ഇസ്രയേൽ സൈനിക യൂണിറ്റുകൾക്ക് നേരെ കനത്ത വെടിവെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളിയുടെ പോരാളികൾ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മുതിർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കനത്ത ഏറ്റുമുട്ടലിൽ ഇസ്രയേൽ സൈന്യത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ. നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചിലർ കൊല്ലപ്പെടുകയും ചെയ്തതായാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. പരിക്കേറ്റവരെ മാറ്റുന്നതിനായി ഇസ്രയേൽ ഹെലികോപ്റ്ററുകൾ നിരന്തരമായി മേഖലയിൽ സർവീസ് നടത്തുന്നുണ്ട്. യുദ്ധക്കളത്തിലെ സാഹചര്യം അങ്ങേയറ്റം സങ്കീർണമായി തുടരുന്നതിനാൽ കൃത്യമായി കണക്കുകൾ പുറത്തുവരാൻ സമയമെടുക്കും. അതിർത്തിയിലെ സംഘർഷം നിമിഷം പ്രതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷവും തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളാണ് ഈ പോരാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണം തടയാൻ ഇസ്രയേലിന്റെ അയൺ ഡോം സംവിധാനം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിടുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. നിലവിൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ബങ്കറുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ജനങ്ങൾ വലിയൊരു യുദ്ധത്തിന്റെ ഭീതിയിലാണ്. ഇതിനു മുൻപും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം മാരകമായ ഒരു ആക്രമണം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇസ്രയേൽ സൈന്യം ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളിയുടെ ഒളിത്താവളങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത്. എങ്കിലും ഹിസ്ബുള്ളിയുടെ ഒളിപ്പോര് രീതി ഇസ്രയേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭൂമിക്കടിയിലെ ടണലുകളും മലനിരകളും ഉപയോഗിച്ചാണ് അവർ സൈന്യത്തെ നേരിടുന്നത്. മേഖലയിലെ ഈ പെട്ടെന്നുള്ള സൈനിക നീക്കം പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ഹിസ്ബുള്ളിയുടെ ഈ നീക്കം ഇറാൻ നൽകുന്ന പച്ചക്കൊടിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ പ്രാദേശിക സംഘർഷം ഒരു ബഹുരാഷ്ട്ര യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇരുപക്ഷവും പിന്മാറാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ തുടരുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിലെ തീപ്പൊരികൾ അണയാൻ പോകുന്നില്ല. കൂടുതൽ സൈനിക യൂണിറ്റുകളെ അതിർത്തിയിലേക്ക് അയക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇസ്രയേലിന്റെ വടക്കൻ സൈനിക കമാൻഡ് അതീവ ജാഗ്രതയിലാണ്. ഹിസ്ബുള്ളിയുടെ റോക്കറ്റുകൾ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതായും സംശയമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ആകാശത്തും ഭൂമിയിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഹിസ്ബുള്ളിയുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാണ്. ഈ ഏറ്റുമുട്ടൽ മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ലെബനനിലെ ഗ്രാമങ്ങളിലും ഇസ്രയേലിലെ അതിർത്തി പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. യുദ്ധത്തിന്റെ കരുനിഴൽ പടർന്നതോടെ സാധാരണ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. ഹിസ്ബുള്ളിയുടെ പക്കൽ 1,00,000-ലധികം റോക്കറ്റുകൾ ഉണ്ടെന്നാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വിശ്വസിക്കുന്നത്. ഇവയിൽ പലതും ദീർഘദൂര പ്രഹരശേഷിയുള്ളവയാണ്. ഈ റോക്കറ്റുകൾ ടെൽ അവീവ് പോലുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടാൽ അത് വലിയ ദുരന്തത്തിന് കാരണമാകും. ഈ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇസ്രയേൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ മുന്നോടിയാണ്. വെറുമൊരു അതിർത്തി തർക്കത്തിനപ്പുറം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണിത്. ഹിസ്ബുള്ളിയുടെ കരുത്ത് ഇസ്രയേൽ സൈന്യത്തെ വിറപ്പിക്കുന്നു എന്നത് അവഗണിക്കാനാവാത്ത വസ്തുതയാണ്. ഹിസ്ബുള്ളിയുടെ ഗറില്ല യുദ്ധമുറകൾ ഇസ്രയേൽ സൈന്യത്തെ കുഴപ്പിക്കുന്നുണ്ട്. ആധുനിക ടാങ്കുകളും ആയുധങ്ങളും ഉണ്ടെങ്കിലും ഹിസ്ബുള്ളിയുടെ ഓരോ നീക്കവും കൃത്യമായി മുൻകൂട്ടി കാണാൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല. ഇത് സൈനികരുടെ ആത്മവീര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തങ്ങളുടെ കരുതൽ സൈനികരെ വിളിപ്പിച്ചു കഴിഞ്ഞു.
രാജ്യം ഒരു വലിയ യുദ്ധത്തെ നേരിടാൻ സജ്ജമായിരിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്. ഇതിനോടകം തന്നെ 100 കണക്കിന് ടാങ്കുകൾ വടക്കൻ അതിർത്തിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ലെബനൻ സർക്കാരിന് ഈ സാഹചര്യത്തിൽ വലിയ നിയന്ത്രണമൊന്നുമില്ല. ഹിസ്ബുള്ള ഒരു സ്വതന്ത്ര സൈനിക ശക്തിയായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് ലെബനനിലെ സാധാരണ ജനങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ തങ്ങളുടെ രാജ്യം തകരുമോ എന്ന പേടി അവർക്കുണ്ട്. ഇതൊരു മതപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പോരാട്ടത്തിനപ്പുറം നിലനിൽപ്പിനായുള്ള പോരാട്ടമായി മാറുകയാണ്. ഇരുഭാഗത്തും നഷ്ടങ്ങളേറുകയാണ്. സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കുടുംബങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നു. ഈ ചോരച്ചൊരിച്ചിൽ എവിടെ അവസാനിക്കുമെന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥയാണ്. അന്താരാഷ്ട്ര വിപണിയിലും ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ലോക സാമ്പത്തിക രംഗത്തെ മുഴുവൻ ബാധിക്കുമെന്ന് ഉറപ്പാണ്. വ്യാപാര പാതകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. യുണൈറ്റഡ് നേഷൻസ് സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രമേയങ്ങൾ കൊണ്ട് മാത്രം യുദ്ധക്കളത്തിലെ തീ അണയ്ക്കാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. ശക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയൊരു മാനുഷിക ദുരന്തത്തിന് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിലവർ വിജയിച്ചുവെന്ന് വേണം കരുതാൻ. കാരണം ഇസ്രയേൽ ഇപ്പോൾ സർവ്വശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഹിസ്ബുള്ള പ്രതീക്ഷിച്ച ഒന്നായിരിക്കാം. മേഖലയിലെ മറ്റു ചെറു സൈനിക ഗ്രൂപ്പുകളും ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. പല മുന്നണികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇസ്രയേൽ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയാക്കും. യുദ്ധം ദീർഘകാലം നീണ്ടുനിന്നാൽ അത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തകർക്കും. സൈനിക ചെലവുകൾ വർദ്ധിക്കുന്നതും ഉൽപാദനം തടസ്സപ്പെടുന്നതും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതിനോടകം തന്നെ ഓഹരി വിപണികളിൽ ഇടിവ് ദൃശ്യമായി തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട്. യുദ്ധമേഖലകളിൽ നിന്ന് അകന്ന് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യുന്നത്. ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളോ ഭക്ഷണമോ ലഭ്യമല്ലാത്ത സാഹചര്യം വരാനിരിക്കുന്നു. ഭീകരമായ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ഉടൻ സാധ്യമാണെന്ന് കരുതാനാവില്ല. ഓരോ മണിക്കൂറിലും പുതിയ വെല്ലുവിളികളാണ് യുദ്ധക്കളത്തിൽ ഉണ്ടാക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളിയുടെ ആയുധ വിതരണ ശൃംഖല തകർക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇതിനായി സിറിയ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താൻ ഇസ്രയേൽ മടിക്കില്ല. ഇത് യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമാകും. വരാനിരിക്കുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഹിസ്ബുള്ളിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിർത്തിയിൽ സൈനികരുടെ വിന്യാസം പൂർത്തിയായി കഴിഞ്ഞു. തോക്കുകൾക്ക് വിശ്രമമില്ലാത്ത അവസ്ഥയാണ് അവിടെയുള്ളത്. വിശ്വാസങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സത്യം എപ്പോഴും ആദ്യം ബലിയാടാകുന്നു. ഇരുപക്ഷവും തങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് അവകാശപ്പെടുമ്പോഴും സാധാരണ മനുഷ്യരുടെ ദുരിതം ആരും കാണുന്നില്ല. സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. ഇസ്രയേൽ സൈനികർക്ക് നേരെ നടന്ന ഈ ഡെഡ്ലി ഫയർ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്.